കുട്ടിക്കാലം മുതലേ വിമാനമെന്നാൽ എല്ലാവർക്കും ഒരു കൗതുകമായിരിക്കും. യഥാർത്ഥത്തിൽ വിമാനങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്നത് തന്നെ വിമാനങ്ങളെ അന്തരീക്ഷത്തിൽ നിർത്തുന്ന അവയുടെ ശക്തമായ എഞ്ചിനുകളാണ്. എന്നാൽ ഈ എഞ്ചിനുകൾ ഒരുപാട് ടെസ്റ്റുകൾ കഴിഞ്ഞാണ് ഒരു വിമാനത്തിൽ ഘടിപ്പിക്കുന്നത്. അതായത് പക്ഷികളെയും തീയും ഐസുമൊക്കെ ഉപയോഗിച്ചാണ് വിമാന എഞ്ചിനുകൾ ടെസ്റ്റ് ചെയ്യാറുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? അത്തരത്തിലുള്ള ചില മേജറായിട്ടുള്ള പ്ലെയിൻ എഞ്ചിൻ ടെസ്റ്റുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ബേർഡ് സ്ട്രൈക്ക് ടെസ്റ്റിംഗ്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ കണക്കുകൾ പ്രകാരം ഓരോ വർഷവും പക്ഷികൾ വിമാനത്തിലിടിച്ച് 10,000-ഓളം അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് ഒരു ദിവസം 26 ബേർഡ് സ്ട്രൈക്കുകൾ വീതം. $1.2 ബില്യൺ നാശനഷ്ടങ്ങളാണ് ഇത്തരത്തിൽ പക്ഷികൾ കാരണം ഓരോ വർഷവും സംഭവിക്കാറുള്ളത്. ഇങ്ങനെയുള്ള ബേർഡ് സ്ട്രൈക്കുകൾ കാരണം പല വിമാനങ്ങളുടെ എഞ്ചിനും തകരാറിലായിട്ടുമുണ്ട്. ബേർഡ് സ്ട്രൈക്ക് കാരണം ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം US എയർവേസിൻ്റെ 1549 എന്ന വിമാനം ബേർഡ് സ്ട്രൈക്ക് കാരണം എഞ്ചിൻ തകരാർ സംഭവിച്ച് ഹഡ്സൺ നദിയിൽ ഇറക്കിയ സംഭവമാണ്. എന്നാൽ ഭാഗ്യവശാൽ ആ അപകടത്തിലാരും മരിച്ചിരുന്നില്ല. പക്ഷികൾ വിമാനങ്ങൾക്ക് എത്രത്തോളം ഭീഷണിയാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇത്തരത്തിൽ പക്ഷികൾ വന്നിടിച്ച് വിമാന എഞ്ചിനുകൾ തകരുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വിമാന നിർമ്മാതാക്കൾ കണ്ടുപിടിച്ച മാർഗമാണ് ബേർഡ് സ്ട്രൈക്ക് ടെസ്റ്റ്. ഇതിനായി കോഴിയെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇതിനായി പ്രോപ്പർ വർക്കിംഗ് ആയിട്ടുള്ള എഞ്ചിനിലേക്ക് ജീവനില്ലാത്ത കോഴിയെ ഇടുകയാണ് ചെയ്യുക. ഈ ടെസ്റ്റ് ചെയ്തതിന് ശേഷവും എഞ്ചിൻ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാവിയിൽ പക്ഷികൾ വന്നിടിച്ചാലും ആ എഞ്ചിൻ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പ്രവർത്തിക്കും. ഇത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് പ്രധാനമായും ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഈ ടെസ്റ്റ് ചില എഞ്ചിനുകൾ ഫെയിലാകാറുമുണ്ട്. ഏതായാലും ബേർഡ് സ്ട്രൈക്ക് ടെസ്റ്റ് ഇന്നത്തെ കാലത്ത് പ്ലെയിൻ എഞ്ചിനുകൾക്ക് ആവശ്യമായ ഒന്നാണ്. വാട്ടർ ഇഞ്ചക്ഷൻ. വിമാനങ്ങൾ കൂടുതലായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുള്ളത് ശക്തമായ മഴയുടെ സമയത്താണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള മഴവെള്ളം എഞ്ചിൻ്റെ ഉള്ളിൽ എത്തിയാലും എഞ്ചിൻ പ്രോപ്പറായി വർക്ക് ചെയ്യുമോ എന്നറിയാനുള്ള ടെസ്റ്റാണിത്. ഇതിനായി റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വളരെ ഫോഴ്സിൽ വെള്ളം കടത്തിവിടുകയാണ് ചെയ്യുക. അതായത് മിനിറ്റിൽ 800 ഗ്യാലൻ വെള്ളമാണ് എഞ്ചിനിലേക്ക് ഫോഴ്സ് ചെയ്ത് വിടുക. അതായത് മിനിറ്റിൽ 3000 ലിറ്റർ വെള്ളം. വെള്ളം എഞ്ചിനകത്തേക്ക് കടന്നാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ എഞ്ചിൻ്റെ റൊട്ടേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പ്രധാനമായും ഈ ടെസ്റ്റ് നടത്തുന്നത്. ഈ ടെസ്റ്റ് പാസ്സായ എഞ്ചിനുകൾക്ക് പിന്നെ എത്ര മഴയുള്ള സമയത്തും പ്രശ്നങ്ങളൊന്നും കൂടാതെ പ്രവർത്തിക്കാൻ കഴിയും. ഇതിൻ്റെ കൂടെ തന്നെ വിൻഡ് ടെസ്റ്റും നടത്താറുണ്ട്. വിമാനങ്ങളുടെ നിയന്ത്രണം പോലും നഷ്ടപ്പെടുത്താൻ ചില സമയങ്ങളിൽ ശക്തമായ കാറ്റുകൾക്ക് സാധിക്കാറുണ്ട്. ശക്തമായ കാറ്റിൽ അകപ്പെട്ടാൽ ചില വിമാനങ്ങളുടെ എഞ്ചിൻ്റെ ബ്ലേഡ് ഡാമേജ് ആകാറുണ്ട്. ഇത്തരത്തിലുള്ള ശക്തമായ കാറ്റിനെ മറികടക്കാൻ വേണ്ടിയാണ് വിൻഡ് ടെസ്റ്റുകൾ നടത്താറുള്ളത്. ഇതിനായി എഞ്ചിൻ്റെ അകത്തേക്ക് ഹൈ പ്രഷറിൽ എയർ കടത്തിവിടുകയാണ് ചെയ്യുക. ഇത്രയും ഫോഴ്സുള്ള എയറിനെ എഞ്ചിൻ മാനേജ് ചെയ്താൽ ശക്തമായ കാറ്റിലും വിമാനങ്ങൾക്ക് ഒരു കുലുക്കവും കൂടാതെ പോകാൻ സാധിക്കും. ഫയർ ആൻഡ് ഐസ് ടെസ്റ്റ്. എല്ലാ കാലാവസ്ഥയിലും വിമാന എഞ്ചിനുകൾ പ്രോപ്പറായി വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഐസും ഫയറും ഉപയോഗിച്ചുള്ള ടെസ്റ്റുകൾ വരെ വിമാന കമ്പനികൾ നടത്തുന്നത്. തണുത്ത കാലാവസ്ഥ പല വിമാന എഞ്ചിനുകൾക്കും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്, പ്രത്യേകിച്ച് ഐസ് ടെസ്റ്റുകൾ നടത്താത്ത എഞ്ചിനുകൾക്ക്. ഈ ടെസ്റ്റ് നടത്താനായി ടെമ്പറേച്ചർ വളരെ കുറവുള്ള ഒരു പ്രദേശത്ത് വിമാന എഞ്ചിനുകൾ ദിവസങ്ങളോളവും ആഴ്ചകളോളവും കൊണ്ടുപോയി വച്ചാണ് ടെസ്റ്റ് ചെയ്യുക. കൂടാതെ ഐസുകൾ റണ്ണിങ്ങിൽ എഞ്ചിനിലേക്ക് ഷൂട്ട് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഐസ് ബോളുകൾ എഞ്ചിനുള്ളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക. ഈ ഐസുകൾ കടന്നുപോയിട്ടും എഞ്ചിൻ്റെ സ്പീഡ് കുറയുകയോ അല്ലെങ്കിൽ ബ്ലേഡ് ഡാമേജ് ആവുകയോ ചെയ്യുന്നുണ്ടോ എന്ന് കമ്പനികൾ ടെസ്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് എഞ്ചിനെ ഫയർ ടെസ്റ്റ് നടത്തുന്നതും. ഇതിനായി എഞ്ചിൻ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത ശേഷം എഞ്ചിനിലേക്ക് ഹൈ ടെമ്പറേച്ചർ കടത്തിവിടുകയാണ് ചെയ്യുക. ഈ ടെസ്റ്റ് പാസ്സാകുന്ന എഞ്ചിനുകൾക്ക് തീ പിടിച്ചാലും ഒരു പരിധിവരെ എഞ്ചിന് ആ ഹീറ്റ് താങ്ങാൻ കഴിയുകയും അതുവഴി പൈലറ്റിന് രക്ഷാപ്രവർത്തനം നടത്താൻ കുറച്ചധികം സമയം ലഭിക്കുകയും ചെയ്യും. വാക്വം ടെസ്റ്റ്. വിമാനങ്ങൾ വളരെ ഉയരത്തിൽ പറക്കുന്നത് കൊണ്ട് തന്നെ വിമാന എഞ്ചിനുകൾ ഹൈ പ്രഷർ താങ്ങാനും ശേഷിയുള്ളതായിരിക്കണം. ഇതിനു വേണ്ടിയാണ് ആൾട്ടിറ്റ്യൂഡിനനുസരിച്ചുള്ള പ്രഷർ നൽകിക്കൊണ്ട് എഞ്ചിൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ വാക്വം ചേംബർ ടെസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഈ ചേംബറിന് എല്ലാ തരത്തിലുള്ള അന്തരീക്ഷമർദ്ദവും നൽകാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അടുത്തതാണ് അക്കോസ്റ്റിക് ടെസ്റ്റ്.
ഇത് യഥാർത്ഥത്തിൽ വിമാന എഞ്ചിൻ്റെ ശബ്ദവുമായി ബന്ധപ്പെട്ട ടെസ്റ്റാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങളിലെ വിമാനങ്ങളുടെ എഞ്ചിൻ്റെ ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് ശബ്ദം ഇന്നത്തെ വിമാന എഞ്ചിനുകൾക്ക് കുറവാണ്. പല എഞ്ചിൻ നിർമ്മാതാക്കളും പറയുന്നതനുസരിച്ച് 2050 ആകുമ്പോഴേക്കും വിമാനങ്ങളുടെ എഞ്ചിൻ്റെ ശബ്ദം 65% കുറയുമത്രേ. ഒരു റണ്ണിങ്ങിലുള്ള എഞ്ചിൻ ഒരു വലിയ മുറിയുടെ ഉള്ളിൽ വെച്ചാൽ 140 ഡെസിബൽ ശബ്ദമാണ് പുറത്തേക്ക് വരിക. അതായത് അത്രയും ശബ്ദമൊന്നും ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ കഴിയില്ല. എന്നാൽ അതേ എഞ്ചിൻ പുറത്തു വെച്ചാണ് റൺ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും വരുന്ന നോയ്സ് 60 ഡെസിബൽ മാത്രമാണ്. എന്നിട്ടും ഒരു വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ശബ്ദം എത്രത്തോളമാണെന്ന് നമുക്കറിയാമല്ലോ. അതിനാൽ തന്നെ വിമാന എഞ്ചിനുകളുടെ ശബ്ദത്തെ സംബന്ധിച്ച് പല നിയമങ്ങളും നിലവിലുണ്ട് എന്നതാണ് സത്യം. അതിനാൽ തന്നെയാണ് എഞ്ചിൻ്റെ സൗണ്ട് ലെവൽ നിർമ്മാതാക്കൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിനായി എഞ്ചിൻ പുറത്തു വെച്ച ശേഷം വളരെ സെൻസിറ്റീവായിട്ടുള്ള മൈക്രോഫോൺ എഞ്ചിൻ്റെ പരിസരത്ത് വെച്ച് അതിൻ്റെ ഡെസിബൽ അളക്കുകയാണ് ചെയ്യുക. ഏറ്റവും ഒടുവിലാണ് എഞ്ചിൻ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനായി എഞ്ചിൻ വിമാനത്തിൽ ഘടിപ്പിച്ച് പറത്തി നോക്കുന്നത്. കൂട്ടത്തിലെ ഏറ്റവും നിർണായകമായ ടെസ്റ്റാണിത്. ഈ ടെസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഡിറ്റക്റ്റ് ചെയ്താൽ മുൻപേ ചെയ്ത ടെസ്റ്റുകൾ കൊണ്ട് വലിയ ഉപകാരങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ചില എഞ്ചിനുകൾ ഇതിനു പുറമെ മറ്റു പല ടെസ്റ്റുകൾ കൂടെയും ചെയ്യാറുണ്ട്. ഏതായാലും വിമാന എഞ്ചിനുകൾ ഇത്രയും ടെസ്റ്റുകൾ കഴിഞ്ഞാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നോ? ഏതായാലും മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.